കത്തിച്ച പണി ഭംഗി തിരി കത്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാം. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഇറങ്ങിയതാ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് പുറത്ത് പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പം ശരി എന്നാൽ പോയേക്കാമെന്ന് വിചാരിച്ചു. അതെ, ഞങ്ങളത് കേൾക്കാൻ നോക്കിയിരുന്നു. എന്നാൽ പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചുമ്മാ അങ്ങോട്ട് ഇറങ്ങിയതാ കേട്ടോ. നോക്കട്ടെ, കടയൊക്കെ അടച്ച് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് കടയൊക്കെ അടച്ചു കാണും. എന്നാലും ഞങ്ങൾ ചുമ്മാ നോക്കി അങ്ങ് പോകാമെന്ന് വെച്ചല്ലേ. നാളെ ആണെങ്കിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് ഞങ്ങളാണെങ്കിൽ പുറത്ത് പോയിട്ട് ചായ കുടിക്കാൻ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിപ്പം ചായക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടാണെങ്കിൽ ഇരിക്കുകയാണേ അല്ലേ. ചായയും സമൂസയും പൊറോട്ടയും സ്പെഷ്യൽ 4 പൊറോട്ടയും. അപ്പം ഞങ്ങളാണെങ്കിൽ ചായക്ക് കുടിച്ചിട്ട് ചായ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ചുമ്മാ ഒരു രസം അല്ലേ. ചുമ്മാ ഇങ്ങനെ പൊറോട്ടയ്ക്ക് സമോസ പൊതിഞ്ഞ് അല്ല സമൂസയല്ല, പഴംപൊരിയും. ഒരു വീഡിയോ സമൂസ ചോദിച്ചപ്പം തന്നെ അല്ല, രാത്രി 11 മണിക്ക് 12 മണിക്ക് വന്നിട്ട് ചേട്ടാ സമൂസ ഉണ്ടോ ചായ. പക്ഷെ ചായ എല്ലായിടത്തും കാണുമായിരിക്കും, കറക്ക് കാണും. പക്ഷെ അല്ലാതെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇപ്പം തീർന്നതാണ്. അല്ലാതെ എന്തെങ്കിലും ചുമ്മാ രസം അല്ലേ. ന്യൂ ഇയർ സ്പെഷ്യൽ എല്ലാ ദിവസവും സമയത്ത് ഉറങ്ങില്ല. എന്നാൽ പിന്നെ ഇങ്ങനെ നാളെ ഓഫായതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരിക്കുവായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് നാളായല്ലോ വീഡിയോസ് ഒക്കെ ഇനിയും എല്ലാവരും കൂടി ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയാനുസരിച്ച് ഞങ്ങൾ ഇടുന്നതായിരിക്കും അല്ലേ. അതെ. അഞ്ചു മണി പാട്ടൊക്കെ പാടും. ഇപ്പോൾ പപ്പ പാടും. പപ്പയാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നത് കൂട്ടത്തിൽ. പപ്പ പാടിയിട്ട് നാളെ ഇനിയിപ്പോ ന്യൂ ഇയർ ചിലപ്പോ ഒരു കട കൂട്ടി പോയാലോ നമുക്ക് സമോസയും ചായയും കിട്ടി. എനിക്കറിയില്ല. പാടുണ്ടായിരുന്നു. പാട്ട് നശിപ്പിച്ചു. കുഴപ്പമില്ല, എന്നാലും പോട്ടെ. എന്നാലും പാടിയല്ലോ. മമ്മി ഒരു പാട്ട് പാടും. എന്തിനാ ഇഞ്ചി വെറുതെ എന്തിനാ ചായ കുടിക്കണോ? എന്നാ പാടണം. എനിക്ക് ചായ വേണ്ട. അപ്പൊ പാട്ട് പാടും. ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ എന്താ തീരുമാനങ്ങൾ എടുക്കുന്നത്? എവിടെയെങ്കിലും കറങ്ങാൻ പോവാ, എന്തെങ്കിലും സാധനം മേടിക്കാ, കളിപ്പാട്ടം മേടിക്കാ. 5-ാം തീയതി സ്കൂള് തുറക്കും. 5-ാം തീയതി എക്സാം ആണ്. അസൈൻമെന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അസറ്റിന്റെ എക്സാം ഉണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചു കേട്ടോ. എന്താ തീരുമാനം എടുക്കുന്നത്? വെറുതെ വീട്ടിലിരിക്കാൻ. എനിക്കറിയാം പപ്പാടെ പപ്പ ഏവൽ അപമാനിച്ചു. വേണ്ടായിരുന്നല്ലേ തീരുമാനം ഒന്നും പറയണ്ടായിരുന്നു. അയ്യോ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഇവിടൊക്കെ ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ഈ റോഡിലൊക്കെ വെള്ളമല്ലായിരുന്നോ. അപ്പൊ കുറെ ദിവസമായിട്ട് ഞങ്ങൾ ഇവിടൊക്കെ ഇറങ്ങിയിട്ട്. കാരണം ഇടയ്ക്കൊക്കെ കുറച്ച് വെള്ളം. ന്യൂ ഇയറിനോ എന്റെ മനസ്സിലുണ്ട്. ഞാനാണെങ്കിൽ അത് അല്ല, ഞാനത് പറയാം കുറച്ച് പപ്പ പറഞ്ഞ മാത്രം പറയണ്ട. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാം. വണ്ടി നീങ്ങി പോകുന്നല്ലോ. എന്തോ അതുകൊണ്ടാ ഞാൻ പറഞ്ഞു. പണ്ട് ഏവലാണെങ്കിൽ നമ്മൾ എവിടെ ആയിരുന്നു? ലീലാൻഡിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ ഏബലാണ് ഞങ്ങൾ പുറത്ത് ഇറങ്ങാന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയതാ. അപ്പൊ ഏബല് വന്ന് ചാടിക്കയറി നടുക്ക് ഇവിടെ
ഇവിടെ കയറി അങ്ങോട്ട് ഇരുന്ന ഒരു രസത്തിന് കയറിയിരുന്ന ഹാൻഡ് ബ്രേക്ക് ഇതായി അല്ലേ? ഹാൻഡ് ബ്രേക്ക് കയറി അങ്ങോട്ട് ഇരുന്നു. പിള്ളേരൊക്കെ ആണെങ്കിൽ വണ്ടി ചാടി കയറുമ്പോൾ സൂക്ഷിക്കണം. പക്ഷെ അത് വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലായിരുന്നല്ലോ. ആ വണ്ടി ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു, എന്നിട്ടും വണ്ടി മൂവ് ആയി എന്നുള്ളതാ. മൂവായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറക്കമായിരുന്നു അവിടെ, അത് കാരണം കൊണ്ട് അവൻ ഗിയർ അങ്ങോട്ട് തട്ടിയപ്പോ ന്യൂട്രായി വണ്ടി. ന്യൂട്രായി കഴിഞ്ഞപ്പോ ഇവൻ ഹാൻഡ് ബ്രേക്കിന്റെ അവിടെ താത്തു. ഓഹോ അങ്ങനെ. അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഇങ്ങനെ കാണിച്ച് അത് ഞാൻ കാണിച്ചോളാം. ഞാൻ ഇരുന്നത് പിള്ളേരൊക്കെ ആണെങ്കിൽ അവനത് കയറി ഇരുന്നാന്ന് തോന്നുന്നു. ശരി. അവനാണെങ്കിൽ UKG അങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ, ഞാൻ ചുമ്മാ നോക്കിയപ്പോ ഇങ്ങനെ വണ്ടി പോകുന്നു ചെറുതായിട്ട് താനം. അപ്പൊ ഞാൻ തോന്നി എനിക്ക് പൊട്ടായതാണോ എല്ലാവർക്കും പൊട്ടായതാണോ. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു ഗൈസ്. അന്നേരം നോക്കിയപ്പോ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. കൈ അങ്ങോട്ട് ഉരുളുന്ന പോലെ തോന്നി. ഞാൻ ചാടി കയറി ഡോർ എന്തായാലും പിള്ളേരെന്നാണെങ്കിൽ വണ്ടിയിൽ കുഞ്ഞു കളിക്കരുത് അല്ലേ? പിന്നെ അത് മാത്രമല്ല, നമ്മള് പേരൻസ് ആണെങ്കിൽ ശ്രദ്ധിക്കാൻ വേണം. അത് നമ്മളന്ന് ശ്രദ്ധിച്ചത് കൊണ്ടാണ് അത് നമ്മൾ പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പം അവൻ ആദ്യം വണ്ടിയിൽ ചാടി കയറി ബാക്കിയുള്ളവരെല്ലാം കൂടെ കയറാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഈ പരിപാടി ചെയ്തത്. നമ്മുടെ ഈ ഒരു സൈഡിൽ കൂടെ കയറി അകത്തോട്ട് കയറേണ്ടതായതുകൊണ്ടേ, അപ്പം അങ്ങനെ സീറ്റ് മാറ്റാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവൻ ചാടി കയറിയതാ ഫ്രണ്ട്. ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ വേറെ എന്താ? അന്ന് ഏബിൾ കയറിയിരുന്നപ്പോ ഞാൻ എവിടെ ആയിരുന്നറിയോ? ബാക്ക് ഡോറിന്റെ ഇവിടെ. ബാക്ക് ഡോർ അല്ലേ, ഫ്രണ്ട് റോഡ്. ഫ്രണ്ട് അല്ല, ബാക്കിന്റെ ഇവിടെ. ബാക്ക് ഡോർ ഓപ്പൺ ആയിരുന്നു. ഡോർ ഓപ്പൺ ആയിരുന്നു. ഇവിടെ ഞാൻ ഇവിടെ ആയിരുന്നു. ഈ ബാക്ക് ഡോറിന്റെ അവിടെ കേറി ഇങ്ങനെ നിക്കുവായിരുന്നു. എന്നിട്ട് വണ്ടി അനങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി പുറത്ത്. പിന്നെന്താ പപ്പാട് പറയാത്തെ? പപ്പ പിന്നെ വന്ന് ചാടി കയറി. മമ്മിയെ വിളിക്കാനേ. ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മമ്മിയെ വിളിക്കട്ടോ. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത സമൂസയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചായ വന്നില്ല. ചായ നോക്കി സൂപ്പർ ചൂട് സമോസ. സമൂസ കാണുമ്പോഴത്തേനും മൈക്കൊക്കെ ഇല്ലേ? അതെല്ലാം അങ്ങനെ തന്നെ. നല്ല ചൂട് സമോസ ഉണ്ട്. അപ്പൊ കണക്ക് കൊണ്ടുവരുന്ന ഓരോ ചോദിക്കും. നാല് ടിഷ്യൂ വരുമെന്ന്. നല്ല ചൂട് പൊറോട്ട. ചായ വന്നാലേ അത് കുടിക്കാൻ കഴിക്കാൻ രസം കാണത്തുള്ളൂ. എടുത്തുകൊണ്ട് പറയണം. 4 ടിഷ്യൂ തരാൻ പറഞ്ഞു. ടിഷ്യൂ ഉണ്ടോ? ഒരു 4 ടിഷ്യൂ അടയ്ക്കാറായാലോ? ആണോ? ഇങ്ങനെ ചുമ്മാ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ മറന്നു. എനിക്ക് വേണ്ട. നീക്കപ്പള്ളി കറക്ക് വേണ്ടെന്ന് പറഞ്ഞ കേട്ടോ. എന്നിട്ടിപ്പോ വന്നപ്പോ കൈ കിട്ടും. അയ്യോ എന്തറിയോ, എനിക്ക് ചൂട്. എനിക്കിപ്പോ താങ്ക് യു. അപ്പം ഞങ്ങൾ സമൂസയും ചായയും ഒക്കെ കുടിക്കട്ടെ കേട്ടോ. അതിൻ്റെ കൂടെ നല്ല ചൂട് പൊറോട്ടയും. ചൂട് പൊറോട്ട. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പൊറോട്ടയാണെങ്കിൽ കറിയൊന്നും കൂട്ടാതെ നല്ല ചൂടോടെ ഇങ്ങനെ ചായയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെയാണ് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല ചൂട് സമോസ ഉണ്ട്. നല്ല ചൂട് സമോസ ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ. ബൈ. ഈ എന്നാന്നറിയോ, വീഡിയോയിൽ നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ എത്രയാണെങ്കിൽ ഇത് കിട്ടുന്നില്ല. വീഡിയോയിൽ കണ്ടോ, നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ആണെങ്കിൽ അടിപൊളി.
ആ അതെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ നോക്കി, ഇവിടെ ഉണ്ട്, സൈഡിലുണ്ട് കണ്ടോ, ഇവിടെ ഉണ്ട്. അത് ഈ കാണുന്നത് ഇപ്പൊ ഈ സൈഡിൽ കാണുന്നതാണെങ്കിൽ ഒരു ബീച്ചിലാട്ടോ, ബീച്ചിന്റെ അവിടെ ആണ് ഈ ഒരു ഫയർ വർക്ക്. ഇവിടെ ഉണ്ട്, ഈ സൈഡിലും ഉണ്ട് കേട്ടോ. ആ ബിൽഡിങ്ങിൽ നോക്കി നല്ല രസമുണ്ട്. പക്ഷേ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല കേട്ടോ. ഹായ് ഹായ്. ഇതിപ്പോ ഏത് പിടിക്കണമെന്ന് അറിയത്തില്ലല്ലോ, രണ്ട് സൈഡിലും. അല്ലല്ല, ഇത് മാരിയത് ബീച്ചിലെ. ഏത് അതോ, അതെവിടുത്തെയാന്ന് അറിയില്ലല്ലോ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. വാവ് സൂപ്പർ. എത്രമാത്രം ആണെങ്കിൽ അതെ അതെ, പക്ഷെ എത്രമാത്രം ആണെങ്കിൽ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ട്, വീഡിയോ കൂടി ഇപ്പൊ നോക്കുന്നതിനേക്കാട്ടും നല്ലതാണ് നമുക്ക് നേരിട്ട് കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ജസീറയിൽ ഇപ്പൊ നടക്കുന്നുണ്ടെന്ന് കേട്ടോ. സൗണ്ടാണോ, ജസീറിലെ സൗണ്ടാണോ കേൾക്കുന്നത്, അത് വേറെ എവിടുത്തല്ലേ ആണോ? സൈക്കിൾ സൗണ്ടല്ല, അവിടെ അപ്പുറത്ത് വേറെ സൗണ്ട് ഉണ്ട്. അടിപൊളി അടിപൊളി. ഞാൻ അങ്ങോട്ട് പോയി. ഏതോ ഒരു പട്ടി വരെ ഇങ്ങനെ ഓടി വന്നു. ഞാൻ അവിടെ ഒന്ന് ഓടിക്കട്ടെ, അവിടെ വരെ ഒന്ന് ഓടിക്കാം. 2, 1, go. എവിടുത്തെ അങ്ങനെയാണോ? വാവ് സൂപ്പർ സൂപ്പർ. ഒത്തിരി സൂം ചെയ്താൽ അറിയാം, ഇങ്ങനെ വ്യക്തമായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ടോ അവിടെ സ്മോക്ക് വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് പോയി നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കുറേയേറെ സമയമുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും സമയം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു തോന്നുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ കുറേയേറെ സമയമുള്ള പോലെ തോന്നി. അടിപൊളി. അതിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇടയ്ക്കാണെങ്കിൽ ഒരു വെള്ള ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്, പക്ഷേ ആ ഒരു നേരിട്ട് കാണുവാണെങ്കിൽ ഒരു പച്ചയാണ്, ആ ഒരു പച്ചയും പിന്നാണെങ്കിൽ ഗോൾഡനും അങ്ങനെ വരുന്നത് കേട്ടോ. പക്ഷെ വീഡിയോയിൽ പക്ഷെ വേറൊരു കളറായിട്ടാണ് തോന്നുന്നത്. വാവ് സൂപ്പർ. ബ്ലറായി, അതന്നെ കറക്റ്റ് ആ സമയം ബ്ലറായി കേട്ടോ. ഒരു സങ്കടമുള്ളു, വീഡിയോയിൽ അതുപോലെ നല്ലതായിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്.
അവിടെ ഉണ്ട്. അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇരട്ടിയായിരിക്കും അങ്ങ് അവിടെ എന്താ പറയാ മറ്റേ ജസീറയില്. അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല, അവിടെ എല്ലാം ബ്ലോക്ക്ഡാ. അല്ലെ തന്നെ പിന്നെ അവിടെ ഒക്കെ ബ്ലോക്ക് ആയിരിക്കും ഇപ്പം. ഇതിപ്പോ നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന കേട്ടോ. സൂപ്പർ സൂപ്പർ. അതിങ്ങനെ മേലിങ്ങനെ പൊട്ടുന്ന കാണുമ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പൊട്ടുന്ന പോലെ തോന്നുന്നല്ലേ. കുഴപ്പമില്ല, ഇവിടെ നിന്ന് കണ്ടോളൂ. ഇവിടെ നോക്കിയാ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. എവിടെ? ആ ബീച്ച് അപ്പുറത്തെ സൈഡ് ബീച്ചില്ലേ ചെയ്യാ? പിന്നെ എവിടെ ഈ ഇവിടെ ഉള്ള ഒരു ഗ്രൗണ്ടോ? അറിയില്ല, പക്ഷെ എന്തായാലും ഇതിങ്ങനെ അടുത്ത് കാണുന്ന പോലെ തോന്നുന്നു അല്ലേ. ഇഞ്ചിനെ വിളിക്കായിരുന്നു. ഏബലിനെ കൂടെ ഈ വിളിയടി. നല്ല രസമുണ്ടത് കാണാൻ. പക്ഷെ വീഡിയോയിൽ കണ്ടോ ജിയ ഇങ്ങനെ വെട്ടം മാത്രം. പക്ഷെ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വെടിക്കെട്ട് കഴിഞ്ഞു. അവിടെ കണ്ടൊക്കെ പൊട്ടുന്നുണ്ടല്ലോ. ഇവിടെ കണ്ടൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞങ്ങളാണെങ്കിൽ എങ്ങനെ ഇപ്പൊ ആൾക്കാർ വന്ന്, പക്ഷെ അവരിവിടെ നിന്ന് കാണുമായിരുന്നതാ. അങ്ങനെ നമ്മൾ പോയി ചായയൊക്കെ കുടിച്ചു തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്കിനി വേദോത്സവം വായിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മമ്മിയുടെ ഈ ചെറിയ ഈ ഡ്രോയ്ക്കകത്തുണ്ട് ഇത് കണ്ടു. അപ്പോൾ ഞങ്ങൾ കണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. തണുപ്പെടുക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും നമ്മുടെ ട്രീ ഒക്കെ, അതെ നമ്മുടെ ട്രീ ഒക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് മാത്രം ചായ കിട്ടില്ല ഗൈസ്. ആണെങ്കിൽ പന്തല് പോലാണ് കെട്ടിയത്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ട്രീ കണ്ടോ, ട്രീയും പിന്നെ അതുപോലെ സ്റ്റാറ് പന്തല് പോലാണ് ഇപ്രാവശ്യമാണെങ്കിൽ ഇവിടെ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നി ഞാൻ ഇപ്രാവശ്യം വീഡിയോസ് ആണെങ്കിൽ ഒന്നും കിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ അടിപൊളിയായിരുന്നു. ആണെങ്കിൽ പ്രാർത്ഥിച്ചാലോ? യെസ്, പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ തിരികെ കത്തിച്ച് കത്തിച്ച പണി വാങ്ങി തിരികെ കത്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാം. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ.